സ്വയം തകർക്കപ്പെടാനായിട്ട് വിട്ടുകൊടുക്കുക. അത് ദൈവം തിരഞ്ഞെടുക്കുന്ന മനുഷ്യന്മാരുടെ ഒരു പ്രോസസ്സാണ്. അതായത് ദൈവം നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവീകതയ്ക്ക് വിരുദ്ധമായ എല്ലാ കാര്യങ്ങളെയും തകർക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ഒരു ആന്തരികമായ ഒരു തകർച്ചയാണത്. ഇപ്പം നിങ്ങളൊരു പുതിയ ബിൽഡിംഗ് പണിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ പഴയ ബിൽഡിംഗ് അവിടെ ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മളതെല്ലാം ഇടിച്ച് തകർത്ത് കളഞ്ഞിട്ടാണ് പുതിയത് പണിയാൻ, അല്ലേ? അതുപോലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് പഴയതിൻ്റെ അവശിഷ്ടങ്ങളൊന്നും പാടില്ല. ഇല്ല കർത്താവേ, ഇനി ഞാനില്ല, ഇനി നീ തന്നെയാണ് എന്നുള്ളൊരു അവസ്ഥയിൽ നമ്മുടെ ആത്മാവ് എത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അല്ലെങ്കിൽ എല്ലാം ദൈവത്തിന് സറണ്ടർ ചെയ്യുന്ന ഒരു ഹെൽപ്ലെസ് ആവുന്ന ഒരു മൊമെന്റ് ഉണ്ടാവും. അതൊരു വേദനയല്ല എന്ന് ചോദിച്ചാൽ വേദനയല്ല, അതൊരു കയ്പുള്ള മരുന്നാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് പുതിയൊരു ജീവിതമുണ്ട്. അപ്പം ഞാൻ ശരിയാക്കാം, ഞാൻ എല്ലാം ശരിയാക്കിക്കോളാം, ഞാൻ ഓക്കെ ആക്കാം, അങ്ങനെ ഞാനെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇനി ഇത് എന്നെ കൊണ്ട് പറ്റില്ല, ദൈവം തന്നെയാണ് അത് ചെയ്യേണ്ടത്. അപ്പം ആ ഒരു സിറ്റുവേഷനിലേക്ക് ഒരാളെ കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ ക്രൂരതയല്ല എന്നൊക്കെ പറയും. അങ്ങനെയല്ല. അത് നമ്മളൊരു പാഠം പഠിച്ചിട്ട് നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പോലെയാണ്. അത് നിങ്ങൾക്ക് നല്ല ഒരു ഉയർച്ച തരാൻ വേണ്ടിയിട്ട് നിങ്ങളെ ദൈവം ഒരുക്കുന്നതാണ്. അത് വെട്ടി ഒരുക്കുന്ന പോലത്തെ ഒരു അനുഭവമാണ്. സോ ജീവിതത്തിൽ അകം തകർക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കണം, യു ഹാവ് എ കോൾ. നിങ്ങൾക്കൊരു വിളിയുണ്ട്. അതായത് സ്വയം ചെറുതാകാൻ ദൈവം നിങ്ങളെ അനുവദിക്കും. നിങ്ങളുടെ ആയിരിക്കില്ല തെറ്റ്, പക്ഷെ നിങ്ങൾ ക്ഷമ ചോദിക്കേണ്ടി വരും. നിങ്ങൾ നിരന്തരം ക്ഷമ ചോദിക്കേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾക്ക്, അതായത് ഈ ഞാൻ എന്ന ഒരു തോട്ടിൽ നിങ്ങൾ നിൽക്കുന്ന എല്ലാ സംഗതികളേക്കും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും. അറ്റാച്ച്മെന്റ് നിങ്ങൾക്ക് ഉണ്ടാവും, പക്ഷെ നിങ്ങളെ പല മനുഷ്യരും വിട്ടുപോകും. അപ്പം ഡിറ്റാച്ച്മെന്റ് നിങ്ങൾ അങ്ങനെ ശീലിക്കും. നിങ്ങൾ ഒരു കൂട്ടം മനുഷ്യന്മാരുടെ ഇടയിലായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. ലോൺലിനെസ് നിങ്ങളുടെ ഒരു കോളിൽ വിടുന്ന ഒരു സംഗതിയാണ്. അപ്പം അതനുസരിച്ച് ദൈവം ലോൺലിനെസ് അനുവദിക്കും. അപ്പം നിങ്ങൾക്ക് ബെറ്ററായിട്ട് എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത്, അതിനേക്ക് നിങ്ങളുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്തു മാറ്റി ആവശ്യമുള്ള കാര്യങ്ങളെ തന്ന് നിങ്ങളിലൊരു ആന്തരിക ഫോർമേഷൻ നടത്താൻ ദൈവത്തിന് സാധിക്കും. സോ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന മനുഷ്യരോടാണ്, അല്ലെങ്കിൽ ദൈവം എന്ന കൺസെപ്റ്റിൽ ആഴത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരോട് നിങ്ങൾക്കൊരു ഫോർമേഷൻ ഉണ്ട്. ആ ഫോർമേഷന് ദൈവത്തിന് നിങ്ങളെ വിട്ടുകൊടുക്കണം. അത് പെയിൻഫുൾ ആയിരിക്കും, സ്ട്രഗിൾഫുൾ ആയിരിക്കും, പക്ഷെ അതിൻ്റെ റിസൾട്ട് നിങ്ങളിലൂടെ ഒരു അത്ഭുതം ഭൂമിയിൽ നടക്കും എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു അത്ഭുതമായി മാറുന്ന, അല്ലെങ്കിൽ നിങ്ങളൊരു ബെറ്റർ പേഴ്സൺ ആണ്, ഒരു മീനിങ് ഫുൾ ലൈഫ് ജീവിക്കാൻ പറ്റുന്ന, മറ്റുള്ളവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവനവനോട് തന്നെ ചോദിക്കുമ്പോൾ ഒരു ബെറ്റർ പേഴ്സൺ ആക്കാൻ കഴിയുന്ന ഒരു പ്രോസസ്സ് നിങ്ങളുടെ ആത്മാവിൽ ദൈവസാന്നിധ്യം വന്നു കഴിഞ്ഞാൽ ദൈവം നടത്തും. ഒരു ഫോർമേഷൻ ദൈവം നിങ്ങളുടെ ഉള്ളിൽ നടത്തും. അതിന് ദൈവത്തിന് നിങ്ങളെ വിട്ടുകൊടുക്കുക. അൾട്ടിമേറ്റ്ലി ദൈവത്തിൻ്റെ ഉദ്ദേശം നിങ്ങളുടെ നന്മ തന്നെയാണ്.